അതിപുരാതനവും അപൂർവവുമായ ഒരു ശിവലിംഗം. ഈ ശിവസാന്നിധ്യത്തിന്റെ നിർവൃതിയിലാണ് പത്തനംതിട്ട വായ്പൂർ ദേശം. കേരളത്തിലെ ശൈവക്ഷേത്രങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ശൈലിയിലുള്ള ഈ ശിവലിംഗം വായ്പൂർ വടക്കേക്കര കോവിൽവട്ടം മുറിയിലാണ് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നത്. വായ്പൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ശൈവ സാന്നിധ്യം സംരക്ഷിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ഭക്തർ. ശിവഭഗവാന്റെ സാന്നിധ്യമരുളുന്ന ദിവ്യ ശിവലിംഗം ഇതുള്ളത് വായ്പൂര് മഹാദേവ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനത്തോ. ഈ ശിവലിംഗ പ്രതിഷ്ഠയുടെ കാലം നിർണയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ 1500-ലധികം വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് തെളിവുകൾ സമർത്ഥിക്കുന്നു. കേരളത്തിലെ ശൈവക്ഷേത്രങ്ങളിൽ 4 രീതികളിലുള്ള വൈദിക ശിവലിംഗങ്ങളാണുള്ളത്. വായ്പൂരിലുള്ള ഈ ശിവലിംഗം കേരള ശൈവക്ഷേത്ര ശൈലികളിൽ നിന്നും തീർത്തും വ്യത്യസ്തം. തമിഴ്നാട്ടിലെ പല്ലവർ വംശ ശൈലിയിലുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ശിവലിംഗം. ഇത് സംബന്ധിച്ച ചരിത്ര പഠനങ്ങളും നടക്കുന്നുണ്ട്. ചരിത്രാന്വേഷകർ ഇതുവരെ നടത്തിയ പഠനങ്ങളിൽ ഈ ശിവലിംഗത്തിന് തമിഴ് സംസ്കൃതിയുമായി ചില ബന്ധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇങ്ങനെ: ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരുടെ യുദ്ധദേവതയാണ് കൊട്രൈവി. ഈ ദേവതയുടെ ആരാധനാമൂർത്തിയുടെ ശൈലിയിലുള്ളതാണ് ഇവിടെയുള്ള ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ശിവലിംഗം. തമിഴ് രാജവംശവും കേരളദേശവും തമ്മിലുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ബന്ധങ്ങളുടെ അവശേഷിപ്പായി വായ്പൂരിലെ ഈ ശിവസാന്നിധ്യവും മാറുന്നു. നമ്മൾ പല സ്ഥലത്തും അന്വേഷിച്ചു. തെക്കൻ തിരുവിതാംകൂറിൻ്റെ പല ഭാഗത്തും നമ്മൾ അന്വേഷിച്ചെങ്കിലും ഇത്തരത്തിലൊരു ശിവലിംഗം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നിർമ്മാണം കൊണ്ട് തന്നെ ഇത് വ്യത്യസ്തമായ രീതിയിലുള്ള മറ്റ് ശിവലിംഗങ്ങൾ വരുന്നത് ശിവാധികം, സർവസമം, അങ്ങനെ 4 രീതിയിലുള്ള ശിവലിംഗങ്ങളാണ് സാധാരണ വൈദിക സംവിധാനത്തിലുള്ളത്. അപ്പോൾ ഇത് വൈദിക സംവിധാനത്തിൽ പെടാത്ത ഒരെണ്ണമാണ്. കൂടാതെ ഇതിൽ നമുക്കതിൽ നോക്കിയാലറിയാം, അത് ഓവൽ ഷേപ്പാണ് അതിൻ്റെ മുകൾ വശം. അതിന് താഴെ വരുമ്പോൾ ഒരു സിലിണ്ട്രിക്കൽ, നോർമലി സിലിണ്ട്രിക്കൽ ഷേപ്പാണ് വരുന്നതെങ്കിലും ഇത് സിലിണ്ട്രിക്കൽ അല്ല, ഹെക്സഗണലാണ് വരുന്നത്, ഹെക്സഗണൽ ടൈപ്പ്. അപ്പോൾ ഇങ്ങനെ ഒരു ശിവലിംഗം നമ്മൾ അന്വേഷിച്ചിടത്തോളം നമ്മുടെ പല്ലവരുടെ കാലഘട്ടത്തിൽ തമിഴ് യുദ്ധദേവതയായിട്ടുള്ള കൊട്രവയെ ആരാധിച്ചിരുന്ന തരത്തിലുള്ള ഒരു ശിവലിംഗമാണ്. കൊട്രവയുടെ പിന്മുറക്കാരാണ് നമ്മുടെ തെക്കുംകൂർ രാജാക്കന്മാരെന്നൊക്കെ നമ്മൾ പല ഇതിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് നിന്നും 3 കിലോമീറ്റർ മാറിയാണ് വായ്പൂര് മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1500-ലധികം വർഷം പഴക്കം ക്ഷേത്രത്തിനുണ്ട് എന്ന നിർമ്മാണ പ്രത്യേകതകളിലൂടെയും സഞ്ചാരപാതകളിലെ എഴുത്തുകളിലൂടെയും വ്യക്തമാണ്. പ്രാചീന വട്ടെഴുത്തും കോലെഴുത്തും മുദ്രകളും ക്ഷേത്രപാതകളിലും ഭിത്തികളിലും കാണാം. വായ്പൂർ മഹാദേവ ക്ഷേത്രം ചരിത്രാതീതമായി നിലനിൽക്കുന്നതാണ്. നമുക്കറിയാം, ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും അതിൻ്റെ തളക്കല്ലുകളിൽ വട്ടെഴുത്തിലും കോലെഴുത്തിലും അതേപോലെ പുരാതനമായ പല ലിപികളിൽ ധാരാളമായ എഴുത്തുകൾ അവിടെ ഉണ്ട്. അത് നമ്മൾ അതിനെപ്പറ്റി ഒരു പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് കൊടിയേറി 10 ദിവസത്തെ ഉത്സവം ക്ഷേത്രത്തിൽ പുരോഗമിക്കുമ്പോൾ ഭക്തർക്കെല്ലാം ആഗ്രഹം ഒന്ന് മാത്രം: മൂലസ്ഥാനത്തെ ശിവലിംഗം അടുത്ത ഉത്സവകാലത്തിനുള്ളിലെങ്കിലും സംരക്ഷിക്കപ്പെടണം. നിലവിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പ്രദേശത്തു നിന്നും ശിവലിംഗം ഉൾപ്പെടുന്ന സ്ഥലം ഏറ്റെടുത്ത് സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഭക്തർ. സംരക്ഷിച്ച് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത്ര വലിയ പാരമ്പര്യത്തിൻ്റെ കണ്ണി ഓരോന്ന് മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പം നിലവിൽ ഇത്തരത്തിലുള്ള ഒരു പഴമയുടെ മോനുമെൻറ്റ് നമുക്ക് ലഭ്യമല്ല പലയിടത്തും. അപ്പോൾ അത്ര പഴക്കമാണ്. ഇതിനെ ഇവിടെ വന്ന് ഗവേഷണം ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ പല കാര്യങ്ങളും മറഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. നിർബന്ധമായും സംരക്ഷിക്കപ്പെടേണ്ട ചിലത് നമ്മുടെ നാട്ടിലുണ്ട്. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ചരിത്രത്തിന്റെയും ഭാഗമായ ചിലത്. വിശിഷ്ടമായ ഈ ഭഗവത് സാന്നിധ്യം ഏറ്റവും പവിത്രമായി സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന ദൃഢനിശ്ചയത്തിലാണ് ഭക്തർ. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.